രാവിലെ തന്നെ ഞാനും ശരവും കൂടെ റെഡി ആയിട്ട് വണ്ടി ചാർജ് ചെയ്യാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി. ടീംസിനോട് പറഞ്ഞു, നിങ്ങളെല്ലാം റെഡി ആയി കഴിഞ്ഞ് വണ്ടി ചാർജ് ചെയ്യുന്നിടത്തോട്ട് ഒരു ഓട്ടോയും വിളിച്ച് വന്നേക്കാൻ, ബാക്കി പ്ലാൻ നമുക്ക് അവിടെ നിന്ന് ചെയ്യാമെന്ന് പറഞ്ഞു. പാർക്കിങ്ങിൽ നിന്ന് വണ്ടി എടുത്ത് നേരെ ചാർജിങ് പോയിന്റിലോട്ട് ലൊക്കേഷൻ ഇട്ടു. നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 2 കിലോമീറ്റർ മാറിയാണ് ചാർജിങ് സ്റ്റേഷൻ. വണ്ടി ചാർജ് ചെയ്യാൻ അവിടെ ഇട്ടു. ഇനിയിപ്പം അവന്മാര് റൂമും വെക്കേറ്റ് ചെയ്ത് ഇങ്ങോട്ട് വരണം. അത്രേ സമയം ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കാന്ന് ഓർത്തു. കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്കും ദേ ഒരു ഓട്ടോയും വിളിച്ചുകൊണ്ട് ടീംസ് എല്ലാം കൂടെ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പം ഓട്ടോയിൽ ഊട്ടി കറങ്ങാന്ന് പറഞ്ഞു. എന്താവോ എന്തോ. பேரு சொல்ல முடியாதா? யூடியூபர் தானே, கேரளத்துல பெரிய யூடியூபர் தான். ஆயிரம் வீடியோ பார்க்கல. சொந்தமாவே பெரிய யூடியூபர் தான் நினைப்பு. இவருக்கு തന്നെ 10 ബൈക്ക് ഐഡി இருக்கு. ആകെ 10 ലൈക്ക് தான் இருக்கு. നേരെ ലേക്കിന്റെ സൈഡിലേക്ക് വിട്ടു. അവിടെ എവിടെയെങ്കിലും ചെറിയ ചെറിയ കടകൾ കാണും, അവിടെ കയറി ഫുഡ് അടിക്കാന്ന് പറഞ്ഞു. ചെന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു കട കണ്ടു. ആ കടയിൽ തന്നെ കയറി രാവിലത്തെ ഫുഡും കഴിച്ച് അവിടെ നിന്ന് ഒരു ചായയും കുടിച്ചിട്ട് പറഞ്ഞു, ഇനി നമുക്ക് മുന്നോട്ട് നടക്കാമെന്ന്. ലേക്കിന്റെ സൈഡിൽ നിന്ന് മുന്നോട്ട് നടക്കുമ്പോഴത്തേക്കും ഏതൊക്കെയോ ഗ്രാമങ്ങളുണ്ട്, നമുക്കെന്നാ ഗ്രാമപ്രദേശം കണ്ട് നടക്കാമെന്ന് സകിലും പറഞ്ഞു. അങ്ങനെ മുന്നോട്ട് തന്നെ നടന്നു. കുറച്ചു ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കുമാണ് ഗ്രാമങ്ങളിലെ ഓരോ വീടുകളും കാണാൻ തുടങ്ങിയത്. അതിനോട് ചേർന്ന് തന്നെ ആണെങ്കിൽ കുറച്ച് കൃഷിഭൂമിയും. എന്താ ഇത്, നെൽപ്പാടമാണോ അതോ കസ്തൂരിപ്പാടമോ? സ്ട്രോബെറി ആയിരിക്കും. അങ്ങനെ ആ കാഴ്ചകളെല്ലാം കണ്ട് കുറച്ചു നേരം നടന്നപ്പോഴാണ് ഫോണിൽ മെസ്സേജ് വന്നത്, ചാർജിങ് കട്ടായി പോയെന്ന്. പിന്നെ അപ്പം തന്നെ ഒരു ഓട്ടോ വന്നു. ആ ഓട്ടോയ്ക്ക് ചാടിക്കേറി. അവിടെ എത്തി ചെക്ക് ചെയ്തപ്പോഴാണ് നമ്മുടെ ചാർജിങ് ബാലൻസ് തീർന്നിട്ടാണ് കട്ടായെന്ന്. പിന്നെ ഒന്നുകൂടെ റീചാർജ് ചെയ്തിട്ട് കുറച്ചു നേരം കൂടെ വണ്ടി അവിടെ കുത്തിയിട്ടു. 100% ആക്കിയിട്ട് വണ്ടി എടുക്കാന്ന് വെച്ചു. ചാർജ് ആവും. ഇപ്പം നമ്മുടെ അക്കൗണ്ടിലെ കാശ് തീർന്നു. എന്നിട്ട് ഒരു 1% കയറുന്ന ഫ്രീ ആയിട്ട് കിട്ടുന്നില്ല. അതെ, ചുമ്മാ കിട്ടുന്ന കറണ്ട് അല്ലേ, നോക്കിക്കൊണ്ടിരിക്കാം. ശ്വാസം അടക്കി പിടിച്ച് പൈസ കഴിഞ്ഞു തീർന്നു. പൈസ തീർത്തിട്ട് പൂച്ചയുടെ ബുദ്ധി കേൾക്കല്ലേ. 100% ചാർജ് ആക്കിയിട്ട് വണ്ടി എടുത്തു. നേരെ ലേക്കിലേക്ക് വിട്ടു. അവിടുത്തെ പാർക്കിങ്ങിൽ വണ്ടി കയറ്റിയിട്ടപ്പോഴത്തേക്കും നമ്മുടെ മാനേജർ മാറി. ഷറവിൽ നിന്ന് രാജിവെച്ച് നേരെ സകിലായി. നീ ഇവിടെ തൊട്ടുള്ള ചെലവ് മൊത്തം സകിലാണ്. സകിൽ മാനേജർ. വണ്ടി പാർക്കിങ്ങിൽ ഇട്ടിട്ട് അവിടുന്ന് നേരെ ലേക്കിലേക്ക് നടന്നു. ഇനി ഒരു ബോട്ടിംഗ് ഒക്കെ ചെയ്യാനുള്ള പ്ലാനുമായിട്ടാണ് നേരെ പോകുന്നത്. പെഡൽ ബോട്ട് ആയതുകൊണ്ട് തന്നെ പലർക്കും മടിയുമാണ്. ചവിട്ടി മടുക്കുമെന്നാണ് ഇച്ചാപ്പം പറയുന്നത്. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ബോട്ടിംഗ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. എൻട്രൻസ് ഫീസ് എടുത്തിട്ട് നേരെ അകത്തേക്ക് കയറി. ഇവിടെ നിന്ന് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റ് ഇനി വേറെ എടുക്കണം. അകത്ത് കയറി ഒന്ന് കറങ്ങി തിരിഞ്ഞ് നടന്നപ്പോഴത്തേക്കും സകല് പോയി ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ചവിട്ടാനുള്ള മടി കാരണം ആദ്യം ഇച്ചാപ്പം വേണ്ടാന്ന് പറഞ്ഞതാണ്. പിന്നെ എല്ലാവർക്കും കൂടെ അങ്ങ് കയറിയേക്കാന്ന് പറഞ്ഞു. എന്തായാലും ടിക്കറ്റ് എടുത്തിട്ട് നേരെ ഇതേ ലൈഫ് ജാക്കറ്റ് വിട്ട് പെഡൽ ബോട്ടിലോട്ട് കയറി. വരാം, സെൻട്രിൽ കയറിയില്ലേ, ഞങ്ങൾ താന്നു പോകും. ആ, നീ എന്നെ പിടിക്കുന്നേ? പണ്ടേ നീ ഗിയർ പിടിക്കാൻ എടുക്കനാ? ആ, സെൻട്രിൽ ഇടാ. ആ, കുഴിക്കാൻ ഇറങ്ങിയിരിക്കും. റൈറ്റ് പിടിച്ചാൽ ലെഫ്റ്റ്. ആ, നീ അവിടെ. ആ, ഞാൻ കിണന്ന് ഒരുത്തരും ഇവിടെ. ഇങ്ങോട്ടിലൊക്കെ പോകട്ടെ. നീ അത്ര ഓടിച്ചിട്ട് വണ്ടി ആക്സിഡന്റ് ആവേ. വണ്ടി തിരിക്ക്. നിങ്ങൾ ഡ്രൈവിംഗ് സ്കൂൾ നടത്തുന്ന ആൾക്കാരല്ലടാ. ആശാൻ ശിഷ്യനെ കൊണ്ട് മാത്രം വണ്ടി ഓടിപ്പിക്കുക. ഇവിടെ തന്നെ എന്റെ ഡ്രാഗൺ കുഞ്ഞിനെ വിൽക്കാനുണ്ട്. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട്. ഇങ്ങനെ കുതിര പിടിക്കുന്നു, കയറൊക്കെ പിടിച്ച്. എടാ അങ്ങോട്ടല്ല, ഇങ്ങോട്ട്. ട്രൈ ചെയ്യണം. വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എൻജോയ് ചെയ്ത് പോകാം. അതെ, കാല് കഴിപ്പിക്കാം. ചുമ്മാ കാല് കഴിച്ച് പോകാം. കാശിന്റെ വേണം. അതെ, അങ്ങനെയും പറയാം. മടിയൻ മല ചുമക്കുന്നു കേട്ടല്ലേ ഉള്ളൂ. വട്ടം കറക്ക. എന്തായാലും കറങ്ങിയില്ലേ? അവിടെ പോകണോടാ.
അങ്ങനെ പെഡൽ ബോട്ട് ചവിട്ടാനുള്ള കൊതി തീർന്നിട്ട് ഞങ്ങൾ തിരിച്ചു വന്ന് കയറി. സകിലും ഇച്ചാപ്പനും ആണെങ്കിൽ ഇതേ വെള്ളത്തിൽ കിടന്ന് തുഴയുന്നുണ്ട്. ബോട്ടിങ് കഴിഞ്ഞ് തിരിച്ചു കയറിയപ്പോൾ ചോദിച്ചു ഇനിയിപ്പോൾ എന്താ പരിപാടിയെന്ന്. പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല, ഊട്ടി ഒന്നുകൂടെ ഒന്ന് കറങ്ങാം എന്നിട്ട് നേരെ വീട്ടിലോട്ട് പോകാമെന്ന്.